നമസ്കാരം. വ്യാസം വസിഷ്ഠനപ്താരം ശക്തേഃ പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേ ശുകതാതം തപോനിധിം. ഇന്ന് ഭാഗവതയജ്ഞം ഒരുപാട് സ്ഥലത്ത് നടന്നു വരുന്നു. കുറച്ചു പേർ ഇതിനെതിരെ ഒരു സംസാരം, ഇന്ന് ആ പ്രവണത കൂടി വരികയാണ്. ഭാഗവതയജ്ഞം എന്ന് കേട്ടാൽ തന്നെ കലിതുള്ളുന്ന ആൾക്കാർ. എന്തുകൊണ്ട് എന്ന് മനസ്സിലാവുന്നില്ല. സമ്മതിക്കുന്നു, വേദങ്ങൾ തന്നെയാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം, മൂലം. ആ ശ്രുതി എല്ലാവർക്കും ഒരേ രീതിയിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. ശ്രുതിയിൽ നിന്ന് സ്മൃതി, ശ്രുതി സ്മൃതി പുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. അങ്ങനെ ധർമ്മശാസ്ത്ര രൂപേണ എത്തിക്കുവാൻ ശ്രമിച്ചു. ആ ഇൻഫർമേഷൻ നമുക്ക് വേണ്ടത് വേദം എന്നുള്ള വാക്ക് തന്നെ വിദ് എന്ന ധാതുവിൽ നിന്ന് ജ്ഞാനം, അറിവ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അതിനെ മനസ്സിലാക്കുവാനായി ലഘൂകരിച്ച് പല രൂപേണ നമ്മളുടെ മുമ്പിൽ എത്തിക്കപ്പെട്ടു. അങ്ങനെ വേദവ്യാസൻ, വേദങ്ങൾ ഏവർക്കും അറിയാം, അതിനെക്കുറിച്ച് പറയണ്ട. അദ്ദേഹം തന്നെ ഭാഗവതം. അപ്പോൾ ഒരേ ആൾ എങ്ങനെയാണ് വേദം മാത്രം മതിയായിരുന്നു, ഭാഗവതത്തിൻ്റെ ആവശ്യമില്ലല്ലോ, അവിടെ തീർന്നു സംശയം. അപ്പോൾ അതേ വ്യാസൻ തന്നെ ഇത് നമുക്ക് കാണിച്ചു തന്നു. അങ്ങനെ അതിൻ്റെ ഭാഗവതം, ആ ഭാഗവതത്തിൻ്റെ അർത്ഥം, ആ ഭാഗവത യജ്ഞമാണ് സപ്താഹം. അതിൻ്റെ ആന്തരികമായിട്ടുള്ള സന്ദേശം ഒരുപാടുണ്ട്. ഇത് മനസ്സിലാക്കിയ ശേഷം മാത്രം വിമർശിക്കുക. കാരണം എന്ത് എന്ന് മനസ്സിലാക്കാതെ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. കാരണം എന്തുകൊണ്ട് മാത്രം ചോദിക്കുന്നു. അതെന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ചോദ്യങ്ങളെ ശരിയായ രീതിയിൽ ഫ്രെയിം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഈ കാണുന്നതിനെ എല്ലാം കുറ്റം പറഞ്ഞ് സ്വയം ആധ്യാത്മിക തലത്തിൽ ധ്യാനത്തിലിരുന്ന് സ്വയം ആറാടിക്കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന മനുഷ്യൻ ഒന്നും പറയാനില്ല. ആയതിനാൽ ഈ മഹാഭാഗവതം അല്ലെങ്കിൽ ഭാഗവത യജ്ഞം എല്ലാ സ്ഥലത്തും സപ്താഹ രൂപേണ നടന്നു വരുന്നുണ്ട്, പാരായണം നടന്നു വരുന്നുണ്ട്. അതിൽ നിന്ന് കുറച്ചു പേർ ശ്രവണത്തിന് ശേഷം ശ്രവണം മനനം നിധിധ്യാസം എന്ന് പറയുന്നു. അങ്ങനെ അതിനെ മനനം ചെയ്ത് കുറച്ച് പേർ ഉൾക്കൊള്ളുന്നു. അതായത് ഒരു ക്ലാസ്സിൽ ഒരു 50 പേർ പഠിക്കുന്നു എന്നുണ്ടെങ്കിൽ എല്ലാവരും ഫസ്റ്റ് റാങ്ക് ആവില്ലല്ലോ. കുറച്ച് പേർ നല്ലവണ്ണം പഠിക്കും, റാങ്ക് എടുക്കും. കുറച്ച് പേർ ആവറേജ് ആയിട്ട് പഠിക്കും, കുറച്ച് പേർ തോറ്റുപോകും. അതുപോലെ തന്നെയാണ് ഇതെല്ലാം, ഈ സംസ്കാരങ്ങളെല്ലാം തന്നെ. 1000 പേർ പഠിക്കുന്നു, അതിൽ 100 പേർക്ക് കുറച്ച് ജ്ഞാനം ലഭിക്കുന്നു, 10 പേർ അത് നല്ലവണ്ണം ഫോളോ ചെയ്യുന്നു, അതിൽ ഒരാൾ മഹാജ്ഞാനിയാകുന്നു. അങ്ങനെ തന്നെയാണ് ഈ പ്രപഞ്ചം. അങ്ങനെ നാം മുന്നോട്ട് പോകുമ്പോൾ സത്പ്രവൃത്തി പല സ്ഥലത്തും നടന്നു പൊക്കോട്ടെ എന്ന് വിചാരിക്കുക. നമുക്കറിയാത്ത കാര്യം പറയാതിരിക്കുക. കുറ്റം പറയുന്നതിന് മുന്നേ എന്താണ് അതിലുള്ള സന്ദേശമെന്നാണെന്ന് മനസ്സിലാക്കാതെ, കൃഷ്ണൻ അന്ന് തലയിൽ മയിൽപ്പീലി ഉണ്ടോ, മയിലിനെ വേദനിപ്പിച്ചിരിക്കുമോ എന്ന ചോദ്യമായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു വിഷയത്തെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടല്ല ചോദിക്കുന്നത്, വിമർശിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ആര് എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം ലഭിക്കും. എന്തുകൊണ്ട് എന്ന് പിന്നീട് സന്ദർഭം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സന്ദർഭ ഉചിതമായി അന്ന് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് ഉൾക്കൊള്ളുവാൻ സാധിക്കും. അതിലൂടെ എന്താണ് സന്ദേശം കൈമാറാൻ ശ്രമിച്ചത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമല്ല വിദണ്ഡാവാദം, പുച്ഛം. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനെ പുച്ഛിക്കുക. അത് ഇദ്ദേഹത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന കേസല്ല. ഇദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിൻ്റെ മക്കളും പുച്ഛിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഈ പുച്ഛം വളർന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. എന്തായാലും ശരി, ഇവിടെ പറയുവാനായിട്ട് ഉദ്ദേശിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാവരും ചോദ്യം ചോദിക്കണം, വീണ്ടും അത് തന്നെയാണ്. പക്ഷേ ചോദിക്കുന്നതിന് മുന്നേ തന്നെ എന്ന് മനസ്സിലാക്കിയ ശേഷം എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നത് ഉചിതമായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമസ്കാരം.